ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലത്തിലെ 4-ാം വാരം, ബുധനാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം കർത്താവ് സാബത്ത് ദിവസം രോഗശാന്തി നൽകിയതിനെ പ്രതിഷേധിക്കുന്ന യഹൂദർക്ക് കർത്താവ് ക്രിസ്തു കൊടുക്കുന്ന മറുപടിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യഹൂദരുന്നയിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ക്രിസ്തു പറയുന്ന ഒരു കാര്യം, എൻ്റെ പിതാവ് സദാ പ്രവർത്തിക്കുകയാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ഉത്തരത്തില് 2 കാര്യങ്ങളാണ് കർത്താവ് ഒരു വലിയ തിരുത്തല് യഹൂദ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തേത്, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് താൻ ചെയ്ത പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ച് 7-ാം ദിവസം വിശ്രമിച്ചു എന്ന്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് 7-ാം ദിവസം കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ ഇവിടെ കർത്താവ് ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കുന്നു. പിതാവ് സദാ എല്ലാ കാര്യങ്ങളും വ്യാപൃതനാണെന്ന് പറയുമ്പോൾ ഈ 7-ാം ദിവസം കർത്താവ് പുതിയതായിട്ടൊന്നും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് വെറുതെ ഇരിക്കുന്നതല്ല, മറിച്ച് പരിപാലിക്കുന്നുണ്ട്. ഒരു പുതിയ സൃഷ്ടി ഉണ്ടാവുന്നില്ല, പക്ഷെ പരിപാലനം കണ്ടിന്യൂസ് ആണ്. അതാണ് ക്രിസ്തു പറയുന്ന ഈ ഒരു സദാ, എപ്പോഴും എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനനിരതനാണെന്ന് ക്രിസ്തു പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സാബത്ത് ദിവസം രോഗശാന്തി അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുന്നതിലൊന്നുമില്ല, കാരണം അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു അടയാളം മാത്രമാണെന്ന് ക്രിസ്തു പറഞ്ഞു വെക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ദൈവം സമയത്തിൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ എവിടെയോ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം ഉത്തരം പറയുന്ന, അല്ലെങ്കിൽ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ചിന്ത നമുക്കുണ്ട്. ക്രിസ്തു നമുക്കിതാണ് മാറ്റിത്തരുന്നത്. അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ എപ്പോഴും സദാ പ്രവർത്തനനിരതനായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഏത് നിമിഷവും നമ്മളെ പരിപാലിക്കുന്ന, പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ കർത്താവിനെ മറന്നാലും നമ്മളെ മറക്കാത്തൊരു ദൈവത്തിൻ്റെ ഒരു ഓർമ്മ, അതിനെക്കുറിച്ചാണ് ക്രിസ്തു എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ഈ ഉത്തരത്തിലെ 2-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു ഇതിനു ശേഷം പറയുന്ന പല കാര്യങ്ങളും, എന്നാൽ ക്രിസ്തു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ക്രിസ്തു ചെയ്യുന്നതല്ല, മറിച്ച് പിതാവിൻ്റെ ഒരു ഇഷ്ടം നിറവേറ്റുന്നതാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവായ ദൈവത്തിൻ്റെ മാനുഷിക മുഖമാണ് ക്രിസ്തു. ഈ മുഖത്തിലൂടെയാണ്, ക്രിസ്തുവിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ക്രിസ്തു ഓരോ സാഹചര്യവും എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും എൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ എൻ്റെ കഴിവോ അല്ല, മറിച്ച് ഇത് ദൈവമാണ്, പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ്, പിതാവ് അനുവദിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ മുഖമായ ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ ആ ഭാവം എന്താണ്? അത് സ്നേഹമാണ്, കരുണയാണ്, അത് എല്ലാവർക്കും നന്മ ചെയ്യുക എന്നതാണ്. നമ്മൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, എവിടെയോ ക്രിസ്തുവിൻ്റെ മുഖമായിട്ട് നമ്മളും മാറേണ്ടവരല്ലേ? ആദ്യോരാനുസ്വീകരണത്തിന് ശേഷം ഉള്ള ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് ഇനി മുതൽ എൻ്റെ കൈകൾ എൻ്റേതല്ല, മറിച്ച് അങ്ങ് ക്രിസ്തുവിൻ്റേതാണ്, എൻ്റെ അധരങ്ങൾ എൻ്റേതല്ല, അത് ക്രിസ്തുവിൻ്റേതാണ്. ഇത് എല്ലാം ഞാനെന്ന് പറയുന്നത് എനിക്കല്ല, മറിച്ച് ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു പ്രതിജ്ഞ പോലെ ചെല്ലാറുണ്ട്. എത്രത്തോളം അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഇത് 2 ചിന്തകളും, എപ്പോഴും ഒപ്പമായിരിക്കുന്ന, കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലാതെ കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കുന്ന ഒരു ദൈവമില്ല, എപ്പോഴും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. 2-ാമത്തേത്, ഓരോ കത്തോലിക്കനും ഒരു ഉത്തരവാദിത്വമുണ്ട്. പിതാവിൻ്റെ മുഖമായി മാറിയ ക്രിസ്തുവിനെ പോലെ ആ ക്രിസ്തുവിൻ്റെ മുഖമായിട്ട് നമ്മൾ മാറണം, ക്രിസ്തുവിൻ്റെ കരങ്ങളായിട്ട് നമ്മൾ മാറണം, ആ ക്രിസ്തുവിൻ്റെ ഹൃദയമായിട്ട് നമ്മൾ മാറണം. ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ബോധ്യം തരണമേ, എപ്പോഴും ഞങ്ങളുടെ ഒപ്പമുള്ളൊരു ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം. 2-ാമത്തേത്, മറ്റുള്ളവർക്ക് ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സ്നേഹം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഒരു മുഖമായിട്ട് മാറാൻ, ക്രിസ്തുവിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് മാറാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.